പവിത്രത്തിൻ്റെ രക്കം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വത്തിന് ജോലിയില്ല. വിനയന് ജോലി ഉള്ളതും ഇല്ലാത്തതും കണക്കാണ്. വീട്ടിലെ അവരുടെ രണ്ടുപേരുടെയും ചിലവിനുള്ള കാശ് മാത്രമേ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടിലെ ദാരിദ്ര്യം സഹിക്കവയ്യാതായപ്പോൾ നമ്മുടെ ശ്രീജ ഒരു ഗാർമെൻറ്റ്സ് ഫാക്ടറിയിൽ ജോലിക്ക് പോയി തുടങ്ങുന്നുണ്ട്. കമല അമ്മ തൂത്തുവാരുന്നത് കണ്ട് വിശ്വം ഓടി വരുന്നുണ്ട്. അമ്മ സുഖമില്ലാതിരിക്കുകയല്ലേ, എന്തിനാ ഈ ജോലികളെല്ലാം ചെയ്യുന്നത്? അമ്മ ചൂലിങ്ങോട്ട് തരൂ, ഞാൻ അടിച്ചു വാരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ കമല അമ്മ സമ്മതിക്കുന്നില്ല. അതെ, പുരുഷന്മാരെ ചൂലെടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഇത് കേട്ട് വിശ്വം പറയുന്നുണ്ട്, എന്താ അമ്മേ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? കണ്ടോ, നമ്മുടെ വിക്രമിൻ്റെ കാര്യം തന്നെ നോക്ക്. വിക്രമും വേദയും ഒരുമിച്ച് അവരുടെ ജോലികളെല്ലാം ചെയ്യുന്നത്. പാത്രം കഴുകലായാലും തുണി വിരിക്കലായാലും പാചകം അതുപോലും രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. പിന്നെ എന്താ അമ്മേ എനിക്ക് ചെയ്താലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും കമലാമ്മ പറയുന്നുണ്ട്, അതെ, അവനെ ആ വേദയോടൊപ്പം കൂടിയപ്പോഴല്ലേ ഇതെല്ലാം ചെയ്തത്. അവരെങ്ങനെയോ ജീവിച്ചോട്ടെ. അവൻ എന്നെ ധിക്കരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. നീ അങ്ങനെയാണോ? നീയും ഞാൻ പറഞ്ഞത് കേൾക്കാതെ ജീവിക്കോടാ. പിന്നെ ഇത്രയും കാലം ഈ ജോലികളെല്ലാം ഞങ്ങൾ തന്നെയല്ലേ ചെയ്തിരുന്നത്? നിങ്ങളെ ആരെക്കൊണ്ടെങ്കിലും ഞങ്ങൾ ഈ ജോലി ചെയ്യിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനിയും ഇതുപോലെയൊക്കെ തന്നെ മതി എന്ന് പറയുന്നുണ്ട് കമലാമ്മ. അപ്പോഴേക്കും മാഷ് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്താ കമലം, നീ എന്തായി ചെയ്യുന്നത്? സുഖമല്ലാതിരിക്കുന്ന നീയാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇവിടെ ഒതുങ്ങിയിരിക്കുക എന്ന് പറയുന്നുണ്ട്. ഉടനെ വിശ്വം പറയുന്നുണ്ട്, അച്ഛൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞു നോക്കി അമ്മയോട്, അമ്മ കേൾക്കുന്നില്ല. അമ്മയുടെ സ്വഭാവം തന്നെ ഇതല്ലേ. കമലാമ്മ മാഷിനോട് ചോദിക്കുന്നുണ്ട്, മാഷെ ചായ വേണോ? ഉടനെ മാഷ് പറയുന്നുണ്ട്, നിനക്ക് ഈ ജോലി തന്നെ ചെയ്യാൻ വയ്യ, അതിനിടയിൽ എനിക്കൊരു ചായ എടുക്കാൻ പറഞ്ഞാൽ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ വിശ്വം പറയുന്നുണ്ട്, ഞാൻ ഇട്ടുതരാൻ ചായ അച്ഛാ എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് കയറുവാണ്. ഇത് കണ്ട് കമലാമ്മ പറയുന്നുണ്ട്, നീയാണോടാ ചായ വെക്കുന്നത്? വേണ്ട. അത് കേട്ടിട്ട് വിശ്വം പറയുന്നുണ്ട്, അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ ചായക്കടയിലൊക്കെ ഉണ്ടല്ലോ, ചായ എടുക്കുന്നത് ആരാ? സ്ത്രീകളാണോ? അല്ലല്ലോ, പുരുഷന്മാർ തന്നെയല്ലേ. എല്ലാ ജോലികളും പുരുഷന്മാർ ചെയ്തിരിക്കണമേ. ഞാൻ അടിപൊളി ചായ അമ്മയ്ക്ക് അച്ഛനും ഇട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ചായ രണ്ടുപേർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വിശ്വം. അച്ഛാ എങ്ങനെയുണ്ട് ചായ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം സൂപ്പറായിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് വിശ്വത്തിന് സന്തോഷമാവുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുഴിമടിച്ചിയായ നന്ദിനി വരുന്നുണ്ട്. നന്ദിനിയാണെങ്കിൽ ഒരു ജോലിയും ചെയ്യത്തില്ല, മറ്റുള്ളവർ ചെയ്യുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും. എന്തായാലും വിശ്വം ഇട്ട ചായ കണ്ട് അഭിനന്ദിക്കുന്നുണ്ട്. ഓ വിശ്വേട്ടനാണോ ചായ ഇട്ടത്? അടിപൊളിയായോ? എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഇത് കേട്ടിട്ട് കമലാമ്മയും മാഷും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് നന്ദിനിയുടെ മുഖത്തേക്ക്. ഉടനെ തന്നെ വിശ്വം പറയുന്നുണ്ട്, അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ, അതുകൊണ്ട് ഞാനൊരു ചായ ഇട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കമലാമ്മ കുറച്ച് അലക്കാനുള്ള തുണികളുമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നന്ദിനിയോട് പറയുന്നുണ്ട്, നന്ദിനി നീ ഈ തുണികളെല്ലാം അലക്കിയിട്, നമ്മുടെ ശ്രീജ വരുമ്പോഴേക്കും സമയം വഴുകും. എന്തായാലും നീ ഇതൊന്ന് അലക്കെന്ന് പറയാം. അപ്പോഴേക്കും നന്ദിനി അങ്ങ് അഭിനയം തുടങ്ങി. അയ്യോ എനിക്ക് തലവേദനിച്ചിട്ട് വയ്യായേ, എൻ്റെ കാല്, എൻ്റെ ഇടുപ്പ് വേദനിച്ചിട്ട് വയ്യായേ, എനിക്ക് ദേഹം ആ സകലം വേദനയാണെന്നും പറഞ്ഞ് അങ്ങ് അഭിനയം തുടങ്ങി. ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട്, എന്താ നന്ദിനി ഇത്? ഇന്നൊരു ദിവസത്തേക്കല്ലേ ഞാനൊന്ന് അലക്കിയിടാൻ പറയുന്നുള്ളൂ. ഇത്രയും ദിവസം ശ്രീജയല്ലേ ഇതെല്ലാം ചെയ്തിരുന്നത്. അവൾ വരുമ്പോഴേക്കും നേരം ഒരുപാട് വഴുകും, അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്. ഇത് കേട്ടപ്പോഴേക്കും നന്ദിനി വീണ്ടും അഭിനയിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്താ അമ്മ ഇത്രയും തുണികൾ ഞാൻ അലക്കാനോ? എനിക്ക് വയ്യാത്തതുകൊണ്ടല്ലേ. എൻ്റെ അവസ്ഥ അമ്മ ഒന്ന് മനസ്സിലാക്ക്, എനിക്ക് പറ്റത്തില്ല. പിന്നെ ഇതെല്ലാം ചേച്ചി എന്നല്ലേ ചെയ്തിരുന്നത്. പിന്നെ ചേച്ചിക്ക് എന്താ സമയമില്ലാത്തത്? വന്നു കഴിഞ്ഞാൽ വൈകിട്ട് വെറുതെ ഇരിക്കുകയല്ലേ ചേച്ചി? പിന്നെ രാവിലെ 9 മണിക്കല്ലേ പോവത്തുള്ളൂ, അതുവരെ ചേച്ചി വെറുതെ ഇരിക്കുക. ഇതിന് ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യാലോ എന്നിങ്ങനെ കൂളായിട്ട് നന്ദിനി ചോദിക്കുകയാണ്. ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട്, എന്താ നന്ദിനി 24 മണിക്കൂറും അവൾ ജോലി എടുത്തുകൊണ്ട് ഇരിക്കണമെന്നാണോ അപ്പം നീ പറയുന്നത്? അവളവിടെ വെറുതെ ഇരിക്കാനല്ല കമ്പനിയിലേക്ക് പോയിരിക്കുന്നത്. വൈകുന്നേരം വരെ ജോലി എടുത്ത് ക്ഷീണിച്ചാണ് വരുന്നത്. അപ്പോൾ വീട്ടിലുള്ള ജോലികളും ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നീ ഇതൊന്ന് അലക്കിയിടെന്ന് പറയുമ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, പറ്റത്തില്ല അമ്മേ, എനിക്ക് വയ്യാത്തോണ്ടാ. എൻ്റെ അവസ്ഥ കൂടി അമ്മ മനസ്സിലാക്ക്, എനിക്ക് തീരെ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് കുഴഞ്ഞ് നടക്കുകയാണിങ്ങനെ. വിനയനോട് പറയുന്നുണ്ട്, വിനയേട്ടാ എന്നെ ഒന്ന് പിടിക്ക്, എനിക്ക് നടക്കാൻ തീരെ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനയൻ നന്ദിനിയെ താങ്ങി പിടിച്ചാണ് ആ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ശ്രീജ ജോലി കഴിഞ്ഞ് വരുന്നുണ്ട്. ശ്രീജ വളരെ തിരക്കിട്ടാണ് ഓടി വരുന്നത്. കമലാമ്മ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു ശ്രീജയെ? പണിയെല്ലാം കുഴപ്പമില്ലാത്തതല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം അവിടുത്തെന്ന് ചോദിക്കുന്നതും ഇതൊന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ശ്രീജ നിൽക്കുന്നത്. പരതി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് ശ്രീജയ്ക്ക് അറിയുന്നില്ല.
ജോലി കഴിഞ്ഞ് വരുന്നത് കണ്ട് ശ്രീജ വരുന്നത് കണ്ട് വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ വേദയും വിക്രമും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ അമ്മ ചോദിച്ചതിനുള്ള മറുപടി പറയാൻ നിൽക്കാതെ ശ്രീജ കയ്യിലുള്ള ബാഗും ബോട്ടിലും അവിടെ വെച്ചുകൊണ്ട് ഞാനിതാ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ഓട്ടം അങ്ങോട്ട് ഓടുകയാണ് അകത്തേക്ക്. ഇത് കണ്ട് നന്ദിനി കുശുമ്പ് വർത്തമാനം പറയുന്നുണ്ട്. അതെ കണ്ടില്ലേ അമ്മേ, അമ്മ ചോദിച്ചതിനുള്ള മറുപടി വല്ലതും പറഞ്ഞു ശ്രീജേച്ചി. ദേ ഇപ്പം തന്നെ അഹങ്കാരം തുടങ്ങിയിട്ടോ, ജോലിക്ക് പോയി തുടങ്ങിയിട്ടുള്ളൂ, അമ്മ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, നന്ദിനി ചേച്ചി നിങ്ങൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്? നിങ്ങൾക്ക് മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ? ഒരു സ്ത്രീയുടെ ബുദ്ധിമുട്ട് മറ്റൊരു സ്ത്രീയാണ് അറിയേണ്ടത്. അവരിപ്പോൾ എങ്ങോട്ടാ പോയതെന്ന് അറിയാമോ? അവർ വാഷ്റൂമിലേക്കാണ് പോയത്. അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലേ? അവരെത്ര ബുദ്ധിമുട്ടിയാണ് ഇങ്ങോട്ട് വന്നത്, ഇതുവരെ എത്തിയതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അവരുടെ മുഖം കണ്ടാൽ അറിയാം. എനിക്കത് മനസ്സിലായി. നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥയിലല്ലല്ലോ നിങ്ങൾ നിൽക്കുന്നത്. എന്ത് കണ്ടാലും ഇങ്ങനെ കുറ്റം പറഞ്ഞോളണം, നല്ലത് പറയരുതെന്ന് വേദ ദേഷ്യത്തോടെ നന്ദിനിയോട് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രീജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിഷം അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, ശ്രീജെ നീ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ നീ കയറിയിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അതെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഈ മാസത്തെ ക്യാഷ്, കഴിഞ്ഞ മാസത്തെ എല്ലാം ക്യാഷ് ഞാൻ തന്നോളാം, ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടനെ വിഷം പറയുന്നുണ്ട്, ശരിയാ ശ്രീജെ, അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. കമലാമ്മ പറയുന്നുണ്ട്, മോളെ അദ്ദേഹം എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് നിന്നെക്കുറിച്ച് അഭിമാനം തോന്നുന്നു. എനിക്കിപ്പോഴാണ് കുറച്ച് സമാധാനമായതെന്ന് പറയുകയാണ്. നമ്മുടെ മാഷു ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീജയോട് പറയുന്നുണ്ട്, ശ്രീജെ മോളെ, എനിക്ക് ഇവരെക്കുറിച്ച്, എൻ്റെ ആൺമക്കളെക്കുറിച്ച് വളരെ മോശമായ ചിന്തകളാണ് എനിക്കുണ്ടായിരുന്നത്. അവർ ജോലിക്ക് പോകുന്നില്ലല്ലോ, അവർക്കൊരു ഉത്തരവാദിത്വവും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സങ്കടപ്പെട്ടിരുന്നു. പക്ഷേ നീ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുണ്ടല്ലോ, അത് കണ്ടിട്ട് നിന്നെക്കുറിച്ച് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. മാഷിൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ ശ്രീജയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ശ്രീജ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അയ്യോ ഇനി എങ്ങനെ ഞാൻ അച്ഛനോട് ഈ ജോലി എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണല്ലോ അവിടെ ആ ജോലി ചെയ്യുന്നത്. നന്ദിനിക്ക് ഒട്ടും ശരിയല്ലാത്ത പണിയാണ്, അവിടെ ഒരു റെസ്റ്റും ഇല്ല, വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ളൊരു ജോലിയാണ് നന്ദിനി ചെയ്യുന്നത്. അതുകൊണ്ട് നന്ദിനിക്കത് പറയാൻ പറ്റുന്നില്ല. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സന്തോഷം കാണുന്ന സമയത്ത് അവൾ അത് മറച്ചു വെക്കുകയാണ്. ഉടനെ വിഷം പറയുന്നുണ്ട്, ഓ എനിക്കും, നീ എൻ്റെ ഭാര്യയാണല്ലോ, എൻ്റെ ഭാര്യ ജോലിക്ക് പോയി സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ എനിക്കും അത് ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നുന്നു എന്ന് വിഷം പറയുന്നത് കേട്ട് നമ്മുടെ വിക്രമിന് ദേഷ്യം വരികയാണ്. ചേട്ടൻ എന്താ ഈ പറയുന്നത്? വല്ല നല്ല കാര്യമാണോ ഈ പറയുന്നത്? ഒരു ഭർത്താവ് ഭാര്യയോട് ഇങ്ങനെയാണോ പറയേണ്ടത്? നീ അവിടെ ഒതുങ്ങിയിരിക്കും, ഞാൻ ജോലിക്ക് പോയി ക്യാഷ് കൊണ്ടുവരാം, സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരാം എന്നല്ലേ പറയേണ്ടത്? എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് കേട്ടിട്ട് നമ്മുടെ മാഷ് പ്രതികരിക്കുക. മാഷിന് എന്തെങ്കിലും വിക്രമിനെതിരെ പറയാനുള്ളത് പറയാതിരിക്കത്തില്ലല്ലോ, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മാഷും കാത്തിരിക്കുക തന്നെയാണ്. മാഷ് പഴയ കാര്യങ്ങൾ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എടാ നീയാണോ പിന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? നീ റൗഡിത്തരത്തിന് നടന്നിട്ട് ഉണ്ടാക്കുന്ന കാശ് കൊണ്ടല്ലേടാ നിൻ്റെ ചിലവുകളെല്ലാം ചെയ്യുന്നത്? നേരായ വഴിയിലൂടെയാണ് സമ്പാദിക്കുന്നത് എന്ന് നിൻ്റെ അടുത്ത് നിൽക്കുന്ന നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അവൾ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ അവൾ സമ്മതിക്കട്ടെ എന്നിങ്ങനെ പറയാട്ടോ. എന്നാൽ ഇത് കേൾക്കുന്ന വേദയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. വിക്രമിന് വേറൊരു ജോലിയും കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ വേദ മിണ്ടാതെ നിൽക്കുന്നുണ്ട്, തല താഴ്ത്തി നിൽക്കുകയാണ്. ഇത് കണ്ട് മാഷ് പറയുന്നുണ്ട്, കണ്ടോ അവൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? അവൾക്ക് പറയാൻ ന്യായമില്ല, അതുകൊണ്ട് തന്നെ അവൾ മിണ്ടാതെ നിൽക്കുന്നു. വിക്രം ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടുന്നത് നമ്മുടെ കമലാമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കമലാമ്മ ചൂടായിക്കൊണ്ട് പറയുന്നുണ്ട്, അതെ നിങ്ങളോട് ഈ ഞങ്ങളുടെ വീട്ടുകാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങിക്കൊള്ളണം രണ്ടും എൻ്റെ വീട്ടിൽ നിന്നെന്ന് പറയാട്ടോ. അങ്ങനെ വേദയും വിക്രവും പരസ്പരം നോക്കുന്നുണ്ട്. നന്ദിനിയാണെങ്കിൽ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നന്ദിനി ചാടിക്കയറി പറയുന്നുണ്ട്, എപ്പോഴും പറയാറുള്ളതാണ് നിങ്ങളോട്, ഇവിടെ വന്ന് സംസാരിക്കരുത്, ഇങ്ങോട്ട് കയറി പോകരുതെന്ന്, എന്നിട്ട് നാണമില്ലാതെ വന്ന് നിന്നോളും രണ്ടും. അമ്മ നിങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിക്കുക കേട്ടോ. അത് കേട്ടതും വേദയും വിക്രമും അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞതും ശ്രീജ അയലിൽ വിരിച്ചിട്ട് തുണികളെല്ലാം എടുക്കുന്നുണ്ട്. ഇത് കണ്ട് ഒരു കപ്പ് കാപ്പിയുമായി നമ്മുടെ വേദ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ശ്രീജച്ചി വളരെ ക്ഷീണിച്ച് വന്നതല്ലേ, ഈ കാപ്പി കുടിക്കുക, എന്നിട്ട് ചെയ്യാം. ഈ തുണികളുണ്ടല്ലോ കുറച്ച് ദിവസമായി ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നു, ഞാനിത് എടുത്തു വെക്കട്ടെ എന്ന് വിചാരിച്ചതാ. പക്ഷേ നമ്മുടെ അമ്മ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ മിണ്ടാതെ നിന്നത്.
ചേച്ചിക്ക് വയ്യെങ്കിൽ ഇതെല്ലാം നമ്മുടെ നന്ദിനി ചേച്ചിയെ ഏൽപ്പിച്ചിട്ട് പോയിക്കൂടെ ചേച്ചി എന്ന് പറയാട്ടോ. ഇത് കേട്ടിട്ട് ശ്രീജ പറയുന്നുണ്ട്, അവളോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അവൾക്ക് അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവളോടൊന്നും പറയാത്തത്, അവളോട് പറയാണ്ടിരിക്കുന്നത് ഭേദം എന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ വേദിയും പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല കേട്ടോ, ചേച്ചിക്ക് അവരുടെ തുണികളെല്ലാം അവരോട് തന്നെ അലക്കാൻ പറഞ്ഞൂടെ, എന്തിനാ എല്ലാവരുടെയും തുണികൾ ഇങ്ങനെ അലക്കുന്നത്, ഇങ്ങനെ വിട്ടുകൊടുത്താലുണ്ടല്ലോ ചേച്ചി പിന്നെ അവരൊന്നും ചെയ്യാതാവും, ചേച്ചി തന്നെ എല്ലാം ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞത് കാര്യവേദേ, എനിക്ക് വയ്യ, അവിടുത്തെ കമ്പനിയിലെ ജോലിയും ഇവിടുത്തെ ജോലിയും കൂടി ആവുമ്പോൾ എനിക്ക് തീരെ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല, ഞാനൊരു മനുഷ്യസ്ത്രീയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് വേദ പെട്ടെന്ന് കമ്പനിയിലെ വിശേഷത്തെ പറ്റി ചോദിക്കുന്നത്. എങ്ങനെയുണ്ട് ജോലി എന്ന് ചോദിക്കുക. നന്ദിനി ശ്രീജ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. വേദ ഇങ്ങനെ ശ്രീജയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്താ ശ്രീജേച്ചി ഒന്നും മിണ്ടാത്തെ? ഏയ് ഒന്നുമില്ല, രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെ നിന്നുകൊണ്ടുള്ള ജോലിയല്ലേ, ഇരിക്കാനേ പറ്റത്തില്ല എന്നിങ്ങനെ പെട്ടെന്ന് നന്ദിനി അങ്ങ് പറയുകയാണ്. ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി പറഞ്ഞത്, രാവിലെ മുതൽ വൈകിട്ട് വരുന്നത് വരെ നിന്നുകൊണ്ടുള്ള ജോലിയോ, അങ്ങനെയൊന്നും ജോലി എടുക്കാൻ പറ്റത്തില്ല, ജോലി എടുപ്പിക്കാൻ ആർക്കും അവകാശമില്ല, ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, ഇരുന്നുള്ള ജോലിയല്ലേ ചെയ്യേണ്ടത്, ഇടയിലും അവിടെ സ്റ്റൂളും കാര്യങ്ങളൊക്കെ അല്ലേ, നിങ്ങൾക്കൊന്ന് ഇരുന്നൂടെ എന്ന് പറയാണ്. ഇത് കേട്ട് നമ്മുടെ ശ്രീജ ഒന്ന് അമ്പരക്കുന്നുണ്ട്. അബദ്ധം പറ്റിയോ തനിക്ക്? വേദിയുടെ സ്വഭാവം ശ്രീജയ്ക്ക് നന്നായി അറിയുന്നതാ, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ വേദ അത് പ്രശ്നമാക്കും, വേദ ആകെ പ്രശ്നമാക്കും എന്നുള്ളത് ശ്രീജയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ശ്രീജ പെട്ടെന്ന് അങ്ങ് പറയും, ഇല്ല വേദേ, ഒരു കുഴപ്പമില്ല, ജോലികളെല്ലാം നല്ല ജോലിയാണ്, പിന്നെ അവിടുത്തെ ഞാൻ ചെയ്യുന്ന ജോലി കുറച്ച് നിന്നുകൊണ്ടുള്ളതാ, അതുകൊണ്ടാണ് ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല എന്നിങ്ങോട്ട് പെട്ടെന്നങ്ങ് ശ്രീജ പറയുന്നുണ്ട്. എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ട്, താഴെ അവിടെ അപ്പുറത്ത് കുറച്ച് ജോലി തിരക്കുണ്ട്, അത് ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജ പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോവുക. എന്നാൽ വേദയ്ക്ക് ശ്രീജ പറയുന്നതിൽ വളരെ പന്തികേട് തോന്നുന്നുണ്ട്. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ വിക്രം പുറത്തുനിന്ന് വരുന്നുണ്ട്. ശ്രീജേച്ചിയുടെ ഓട്ടം കണ്ടിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ നമ്മുടെ ശ്രീജേച്ചി ഇങ്ങനെ തിരക്കിട്ട് ഓടുന്നത്, എന്ത് പറ്റി എന്ന് ചോദിക്കുക. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, അത് തന്നെ ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ ഇപ്പോൾ ശ്രീജേച്ചി ഇങ്ങനെ, ഞാനിങ്ങനെ ചോദിച്ചത് കമ്പനിയിലെ കാര്യങ്ങൾ വളരെ വ്യക്തമായി ഒന്നും പറഞ്ഞില്ല, എങ്ങനെ തട്ടിമുട്ടി എന്തോ പറഞ്ഞ് ശ്രീജേച്ചി അതാ തിരക്കിട്ട് അങ്ങ് ഓടി, എന്തോ പ്രശ്നമുണ്ട് വിക്രം എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ അന്വേഷിച്ചോളാം എന്ത് പ്രശ്നമാണെങ്കിലും. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ദേ നീ പോയാലുണ്ടല്ലോ നിന്നെ ഞാൻ കൊന്നു കളയും, ആർക്കും സപ്പോർട്ടായി നീ എങ്ങോട്ടും പോകണ്ട, നീ എവിടെ പോയാലേ അവിടെ എല്ലാം പ്രശ്നമുണ്ടാക്കും, എനിക്കത് നന്നായി അറിയുന്നതാ, പിന്നെ ഞങ്ങൾ സ്ത്രീകൾ ചെയ്തോളാം ഇതെല്ലാം, എനിക്കറിയാം ചേച്ചിയോട് ഇതൊക്കെ പറഞ്ഞ് ചോദിച്ച് എന്താ പ്രശ്നമെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ എനിക്കറിയാം, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം.